ഞാൻ പോകാറുണ്ട്, ഞാൻ പോകാറില്ല, ഞാൻ പോയി, ഞാൻ പോവുകയാണ്, ഞാൻ പോകും. ഈ സെന്റൻസസ് നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ഇപ്പൊ ഞാൻ പോകാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് എന്ന് എഴുതിയാൽ മതി. അതായത് ഞാൻ എന്ന് പറയുമ്പോൾ ഐ, പോകാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോവുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഗോ എന്നല്ലേ. അപ്പൊ ഞാൻ പോകാറുണ്ട് എന്നുള്ളതിനും നമ്മൾ ഐ ഗോ എന്ന് പറഞ്ഞാൽ മതി. ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഇനിയിപ്പോ എങ്ങോട്ടാണ് പോകാറുള്ളത് എന്നുള്ളത് അവസാനം എഴുതാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഓഫീസിലേക്ക് പോകാറുണ്ട് എന്നാണെങ്കിൽ ഐ ഗോ ടു ഓഫീസ് എന്നാണ്. ഞാൻ ഓഫീസിലേക്ക് പോകാറുണ്ട്, ഐ ഗോ ടു ഓഫീസ്. അപ്പൊ ഞാൻ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗോ. ഞാൻ കഴിക്കാറുണ്ട് എന്നാണെങ്കിൽ ഐ ഈറ്റ്. എന്താണോ ചെയ്യാറുള്ളത് അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇനി ഞാൻ പോകാറില്ല, അതായത് ഒരു കാര്യം ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ വേർഡിന്റെ കൂടെ ഡോണ്ട് എന്ന് യൂസ് ചെയ്താൽ മതി. ഡോണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ഞാൻ പോകാറില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് ഗോ എന്ന് പറയും. ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ. ഇനി എവിടേക്കാണ് പോകാറില്ല എന്നുള്ളത് അവസാനം എഴുതിയാൽ മതി. ഐ ഡോണ്ട് ഗോ ടു ഓഫീസ്. ഞാൻ ഓഫീസിലേക്ക് പോകാറില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഡോണ്ട് എന്നുള്ള ചെറിയ വാക്ക് യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഐ പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്ന് പറയും. അപ്പൊ പോയി എന്നുള്ളതിന് എന്ത് പറയും? പോയി എന്നുള്ളതിന് നമ്മൾ വെന്റ് എന്ന് പറയും. ഓക്കെ, വെന്റ് എന്ന് വെച്ചാൽ ഞാൻ പോയി. ഓക്കെ, ഞാൻ പോയി, ഐ വെന്റ്. ഇനി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അവസാനം എഴുതിയാൽ മതി. ഞാൻ ഓഫീസിലേക്ക് പോയി എന്നാണെങ്കിൽ ഐ വെന്റ് ടു ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോവുകയാണ്, ഇത് നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആം വച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ഏത് സെന്റൻസ് ആണെങ്കിലും ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ കൂടെ ഐ എൻ ജി എന്നീ 3 ലെറ്റേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാണ്. ഞാൻ കഴിക്കുകയാണെന്നാണെങ്കിലോ ഐ ആം ഈറ്റിംഗ്. ഈറ്റിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർത്ത് കൊടുക്കും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ചെയ്യുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ സെന്റൻസ് നമ്മൾ ഐ ആം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ കൂടെ ഒരു ഐ എൻ ജിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണെന്നാണെങ്കിലോ ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഇനി ഞാൻ പോകും, ഒരു കാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ത് കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കാണ് വിൽ. ഓക്കെ, വിൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും വില്ല് യൂസ് ചെയ്യണം. ഞാൻ പോകുമെന്നാണെങ്കിൽ ഐ വിൽ ഗോ, ഞാൻ പോകും. ഞാൻ കഴിക്കുമെന്നാണെങ്കിൽ ഐ വിൽ ഈറ്റ്. ചെയ്യുമെന്ന് പറയുമ്പോൾ വിൽ എന്ന വാക്ക് യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി ഏതാണ് സ്ഥലം എന്നുള്ളത് അവസാനം എഴുതിയാൽ മതി. ഇനിയിപ്പോ ഞാൻ നാളെ പോകും എന്നാണെങ്കിൽ സമയമായാലും നമ്മൾ അവസാനം എഴുതിയാൽ മതി. ഐ വിൽ ഗോ ടുമോറോ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം. സമയം അവസാനം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഞാൻ പോകാറുണ്ട്, ഐ ഗോ. ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ. പോകാറില്ല എന്ന് പറയുമ്പോൾ, ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യണം. ഞാൻ പോയി, ഐ വെന്റ്. ഞാൻ പോവുകയാണ്, ഐ ആം ഗോയിങ്. നമ്മൾ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഐ ആം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആ വാക്കിന്റെ കൂടെ ഐ എൻ ജി കൂടി ചേർത്ത് കൊടുക്കണം. ഐ ആം ഗോയിങ്. ഇനി ഞാൻ പോകും, ഐ വിൽ ഗോ. ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ വില്ല് യൂസ് ചെയ്യണം, അത് നിർബന്ധമാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടിയില്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിൽ. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കോമെന്റ് ചെയ്ത് ചോദിക്കുക. ഞങ്ങൾ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് ഇംഗ്ലീഷ് മിത്രയിലൂടെ. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടു കൂടി കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mitra. Stop worrying, start learning.